ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സുധാകരൻ ഈ വിഷയത്തിൽ പ്രതികരണവുമായി വന്നിട്ടുണ്ട്. ശ്രീ പി സുധാകരൻ, ഹൈന്ദവ വിശ്വാസത്തെ അത്യന്തം നികൃഷ്ടവും നീചവുമായി അവഹേളിച്ചുകൊണ്ട് തൃശൂർ MLA പി ബാലചന്ദ്രൻ ഇട്ട പോസ്റ്റ് എങ്ങനെ നോക്കിക്കാണണം MLAയുടെ മാനസികാവസ്ഥയെ? മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാരും പേരളി പൂണ്ടി നിൽക്കുന്നൊരു സാഹചര്യമാണ്. അപ്പൊ പി ബാലേന്ദ്രന്റെ ആ മതവെറി ഹിന്ദു വിരുദ്ധതയാണ് ഈ പോസ്റ്റിലൂടെ കാണിക്കുന്നത്. ഒരു ജനപ്രതിനിധി എല്ലാ മതങ്ങളോടും തുല്യ നീതി പുലർത്തേണ്ട വ്യക്തിയാണ് ഒരു MLA, ജനപ്രതിനിധിയാണ് അദ്ദേഹം. അങ്ങനെ ഹിന്ദു സമൂഹത്തിന്റെ കൂടി വോട്ട് വാങ്ങി ജയിച്ച ഒരു MLA ഇത്രയും നികൃഷ്ടമായി ഹിന്ദു ദൈവങ്ങളെ അവഹേളിക്കണം എന്നുണ്ടെങ്കിൽ അയാൾ എന്തുമാത്രം ഹിന്ദു വിരുദ്ധനാണ്, ഈശ്വര നിഷേധിയാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി ന്യൂനപക്ഷ മതവിഭാഗങ്ങളെ പ്രീണിപ്പിക്കുകയും ഹിന്ദു സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് അവരൊരു സ്ഥിരമായ നിലപാടാണ്. കാരണം അവരെല്ലാ കാലഘട്ടങ്ങളിലും അവസരവാദ നിലപാടെടുക്കുന്ന ആളുകളാണ്. ഇതിനെതിരെ ശക്തമായിട്ട് തൃശ്ശൂരിൽ ഹിന്ദു സമൂഹം പ്രതിഷേധിക്കും. ആ പ്രതിഷേധം നമ്മൾ MLA മാത്രമല്ല മുഖ്യമന്ത്രിയെയും നമ്മൾ അറിയിക്കാനും പ്രതികരിക്കാനും. പി സുധാകരൻ, അതുകൊണ്ടൊക്കെ എന്ത് കാര്യം എന്നുള്ളതാണ്. കാരണം ഈ പി ബാലചന്ദ്രൻ നാമധാരി ഹിന്ദുവാണ്, പ്രാക്ടീസിങ് ഹിന്ദു ആണോ അല്ലയോ എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷേ ഒരു കമ്മ്യൂണിസ്റ്റുകാരനല്ലാതെ ഇങ്ങനെ ഈ ഒരു രീതിയിൽ അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല, മറ്റാർക്കും കഴിയില്ല എന്നുള്ളൊരു വിലയിരുത്തൽ അത് വളരെ കൃത്യമാണ്. ഇതില് ഏതൊരു കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ചിടത്തോളം ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ഒരിക്കലും ഒരു വിശ്വാസിയാകാൻ സാധിക്കില്ല, ഒരു വിശ്വാസിക്ക് ഒരു കമ്മ്യൂണിസ്റ്റുകാരനാവാൻ സാധിക്കില്ല എന്നുള്ളൊരു അടിസ്ഥാനപരമായ സിദ്ധാന്തമുണ്ട്. ഇവിടുത്തെ ഹിന്ദുക്കൾ, കേരളത്തിലെ ഹിന്ദുക്കൾ അത് തിരിച്ചറിയണം. ഈ കപട മതേതരവാദികള്, ഹിന്ദു വിരുദ്ധരായ ആളുകള് ഹിന്ദു ധർമ്മത്തെയും സനാതന ധർമ്മത്തെയും എല്ലാ കാലത്തും തകർക്കാൻ ലക്ഷ്യം വെച്ച് നടക്കുന്ന ഒരു വിഭാഗമാണ് CPM ആണെങ്കിലും CPM ആണെങ്കിലും. അത് കമ്മ്യൂണിസ്റ്റുകാരന്റെ അടിസ്ഥാന ലക്ഷ്യമാണ്. അത് അവര് അവസരം കിട്ടുന്ന സമയത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം ബാലചന്ദ്രന്റെ ഈ പ്രസ്താവനയോടെ നമ്മൾ മനസ്സിലാക്കാൻ. ഇടപെട്ട് ചോദിച്ചത് കാരണം മുഖ്യമന്ത്രിയോട് ഈ ഒരു വിഷയത്തിൽ പ്രതിഷേധം അറിയിക്കുമെന്ന് പറയുന്നു. നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനും തീരുമാനിച്ചിട്ടുണ്ടോ? പി സുധാകരൻ, കേൾക്കാമോ താങ്കൾക്ക്? കേൾക്കാം. അത് ജനകീയ പ്രതിഷേധങ്ങൾ മാത്രമല്ല, നിയമ നടപടികളുമായിട്ടും മുന്നോട്ട് പോകും. വ്യക്തമാണ്. വളരെയധികം നന്ദി പ്രതികരിച്ചതിന്.